ഇന്ന് പുതിയൊരു വീഡിയോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ ഞാൻ മുമ്പശത്തുനിന്ന് കുറച്ച് ചെടീൻ്റെയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ എതിർവശത്തെ ബിൽഡിങ്ങിൽ നിന്ന് നോക്കുമ്പോൾ ഒരു എൻ്റെ പ്രായമൊക്കെ ഉണ്ട് ഒരു ലേഡി അതാ തുളസി പൂജ ചെയ്യുന്നുണ്ട്. എന്നിട്ട് തുളസിക്ക് രാവിലെ ഇതൊക്കെ സൂര്യ നമസ്കാരമൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളെ നാട്ടുകാരൊന്നും അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടില്ല. നോർത്ത് ഇന്ത്യക്കാരാണ് അങ്ങനെയൊക്കെ കൂടുതൽ ഞാൻ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുള്ളത്. ഏതായാലും രാവിലെ എണീക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ദിവസം കട്ടിലിൽ നിന്ന് എണീക്കും. എന്ന് വെച്ചാൽ രാവിലത്തെ അടുക്കളയിലെ ഗുസ്തി ഓർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ തന്നെ തലവേദന എടുക്കാൻ തുടങ്ങും. ദോശ, ചപ്പാത്തി, കറി, അതിനുള്ളത് എല്ലാം റെഡിയാക്കണ്ടേ. ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ടേ, ലഞ്ച് ഉണ്ടാക്കണം. ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം ഉച്ചയ്ക്ക് ഉള്ളതെല്ലാം വൈകുന്നേരത്തേക്കുള്ള കറിയെല്ലാം ഒന്നിച്ചാണ് വെക്കുക. എപ്പോഴും ഒന്നും അടുക്കളയിൽ കയറി വെക്കാനൊന്നും എന്നെ കൊണ്ടാവില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ. അപ്പം രാവിലെ തന്നെ അടുക്കളയിൽ നിന്ന് എല്ലാം അങ്ങ് ഉണ്ടാക്കാൻ നോക്കും. ഒറ്റയടിക്ക് രാവിലെ പണി കഴിച്ചിട്ടുണ്ടെങ്കിൽ വേറെ പുറം പണി ചെയ്യാമല്ലോ നമുക്ക്. എല്ലാവരും ചോദിക്കുക പെണ്ണുങ്ങൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എന്താ ഇത്ര പണിയുള്ളത്, കുറച്ച് ചോറും കറി വെച്ചാൽ പോരെ. ഈ ചോറ് കറി വെക്കൽ തന്നെ വലിയൊരു പണിയല്ലേ നമുക്ക്. എന്തൊക്കെ വെക്കണം, ചോറ് വെക്കണം, കറി വെക്കണം, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയോ ഇഡ്ഡലിയോ ചപ്പാത്തിയോ എന്താണെന്ന് വെച്ചാൽ അതെല്ലാം ഉണ്ടാക്കണം. അത് പാത്രം കഴുകി വെക്കണം, എന്തൊക്കെ പണിയുണ്ട്. ദൂരെ നോക്കുമ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇവർ വീട്ടിലിരുന്ന് എന്ത് ചെയ്യാനാന്ന് വിചാരിക്കുക. എന്താ ഇവരുടെ പണിയൊക്കെ തീരും. നമ്മൾ പുറമേ പോയി പണിയെടുക്കുന്നവരല്ലേ ഭയങ്കര പണിക്കാർ. ഇവർക്ക് ഇരുന്ന് വെച്ചുണ്ടാക്കി തിന്നിട്ട് ഇരുന്നാൽ മതിയല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ ആണോ? അല്ലല്ലോ. എന്തൊക്കെ പണിയുണ്ടാവും നമുക്ക്. രാവിലെ ഓഫീസിൽ പോകേണ്ടവരുണ്ടെങ്കിൽ അവർക്ക് എല്ലാം ഉണ്ടാക്കി പറഞ്ഞു വിടണം. കുട്ടികൾ സ്കൂളിൽ പോകുന്നവരാണെങ്കിൽ അത്, ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അത്, എല്ലാം ചെയ്യണ്ടേ. ജോലിക്ക് പോകുന്നവർക്ക് പിന്നെ ജോലി എടുക്കണം, വീട്ടിലെ ജോലി എടുക്കണം. രണ്ടും കൂടെ മാനേജ് ചെയ്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളൊന്നും പിന്നെ ജോലിക്കൊന്നും പോകാതെ വീട്ടിലിരിക്കുന്ന സമയമായതുകൊണ്ട് അന്നൊന്നും അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടേ ഇല്ല. പക്ഷേ ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളൊക്കെ ജോലിയും ഇതും എല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നുള്ളത് ഭയങ്കര കാണുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും എന്ത് കഷ്ടമാണെന്ന്. അവർ ആഴ്ചക്ക് ഒരു ദിവസം 2 ദിവസമാണ് നല്ല ഭക്ഷണം അവരുണ്ടാക്കി കഴിക്കുക. ബാക്കി എല്ലാ ദിവസവും തട്ടിമുട്ടി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോകുന്നവരാണ് എല്ലാവരും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് വന്നിട്ട് വെച്ചുണ്ടാക്കാനുള്ള സമയം ഉണ്ടാവില്ല. അല്ലെങ്കിൽ അവർ ജോലി വിട്ടിട്ട് വീട്ടിലിരിക്കേണ്ടി. അത് വീട്ടിലിരുന്നിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ട് വേറെ. അപ്പോൾ പിന്നെ നമുക്കൊരു ഇൻകം വരുന്നത് വെറുതെ കളയേണ്ട കാര്യമില്ല. അപ്പോൾ രാവിലെ ജോലിക്ക് പോകണം, വൈകുന്നേരം വരുന്നു, പിന്നെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് കൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് ഇതാക്കും. വീക്കെൻഡുകൾ നല്ല സുഭിക്ഷമായി ഭക്ഷിക്കാനായിട്ടുള്ള ഒക്കെ അവരുണ്ടാക്കി കഴിക്കും. നമ്മളൊന്നും ആ സമയത്തൊന്നും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. ജോലിക്ക് പോകണം, ഇങ്ങനെ ഇതാക്കണം ഒന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. ഇപ്പോഴത്തെ കുട്ടികളൊന്നും അങ്ങനെയൊന്നുമില്ല. നമ്മളെപ്പോലെയല്ല അവർ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന പോലെ അടുക്കളയിൽ 8 തരം കറി ഉണ്ടാക്കാനും ചോറുണ്ടാക്കാനും ഒന്നും അവർ നിന്ന് തരുകയില്ല നമുക്ക്. പ്രത്യേകിച്ച് എൻ്റെ ഏജിലുള്ളവർക്കൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കയറുമ്പോഴത്തെ വിചാരിക്കുക എന്താ തിന്നാനുണ്ടാക്കി എല്ലാവർക്കും എന്താ കൊടുക്കണ്ടേന്ന്. അവർക്ക് അങ്ങനത്തെ ചിന്തകളൊന്നുമില്ല. എന്തുണ്ടോ അതുണ്ടാക്കി അഡ്ജസ്റ്റ് ചെയ്ത് പോവുക അവർ. ഞാനാണെങ്കിൽ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കും, ദോശ ഉണ്ടാക്കും, കാണുന്ന എല്ലാം ഉണ്ടാക്കും. അതേപോലെ ഒന്നും അല്ല. അവരെല്ലാം പോയി കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് എന്തൊക്കെ പണി നമ്മൾ ചെയ്ത് തീർത്തേന്നുള്ളത്. അപ്പോഴാണ് മനസ്സിലാവുക. പുറമേ നിന്ന് കാണുന്നവർക്ക് നല്ല സുഖമാണ്. ആണുങ്ങളൊക്കെ ആണെങ്കിൽ പറയും, ഓ ഇവർക്കെന്താ പണി, കുറച്ച് വെച്ചുണ്ടാക്കി തിന്ന് കുടിച്ചിരുന്നാൽ പോരെ. അങ്ങനെയല്ല. അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതെല്ലാം അടുക്കി പെറുക്കി പാത്രം കഴുകി വെച്ച് ഒരു കുഞ്ഞു പാത്രം ഉണ്ടാവും കഴുകാനായിട്ട്, ക്ലീൻ ചെയ്യാനുണ്ടാവും, എല്ലാം ഉണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒരു സമയം. ഇതെല്ലാം കഴിഞ്ഞ് എൻ്റെ ഇത് എന്ന് വെച്ചാൽ ഒരു 8:30 ആകുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ പണിയെല്ലാം കഴിച്ച് പിന്നെ കുറച്ച് എൻ്റേതായ കുറച്ച് ജോലികളുണ്ട്. ഞാൻ കുറച്ച് ഡ്രോയിങ്ങൊക്കെ ചെയ്യും, പെയിൻറ്റിങ് ചെയ്യും. അപ്പോൾ എൻ്റെ ഒരു റൂമുണ്ട്, അതിന് വേണ്ടിയിട്ട് തന്നെ വെച്ചേക്കുന്ന റൂം. അപ്പോൾ അതിനകത്ത് വന്നിരുന്ന് ഞാൻ കുറച്ച് എൻ്റേതായ പണികൾ ചെയ്യും. ബുക്കുകളുണ്ട് വായിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ ഇങ്ങനത്തെ കുറച്ച് ഗുലുമാലുകൾ എന്തൊക്കെയുണ്ട് അതൊക്കെ ചെയ്യും. കുറച്ച് ചെടി നട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. ചെടികളുണ്ട് എനിക്ക്. അപ്പോൾ എന്താവും, ആ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിച്ച് പുല്ല് പറിച്ച് ഇതൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ ഇതാവും. 2 നേരം വെള്ളം ഒഴിക്കണം ചെടിക്ക്. 2 നേരം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ക്ലീനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ ചെയ്തു. ക്ലീനിങ്ങിൻ്റെ ഒപ്പം ഞാൻ ഒരു
MTയുടെ ഒരു ബുക്കുണ്ടായിരുന്നു രണ്ടാമൂഴം. അത് വായിച്ച് പകുതിയാക്കിയതായിരുന്നു. അതെടുത്ത് സൈഡിലോട്ട് വെച്ചു. മുമ്പ് വായിച്ചിട്ടുള്ളതാണ്, എന്നാലും ഒന്നും കൂടെ വായിക്കാൻ ഓർത്തോണ്ട് എടുത്ത് വെച്ചതാണ്. അത്യാവശ്യം ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ നടത്തി. ക്ലീനിങ് ഒക്കെ നടത്തി ബുക്കെല്ലാം എടുത്ത് സൈഡിൽ വെച്ച് കുറച്ച് രുദ്രാക്ഷം ഉണ്ടായിരുന്നു, അതും എടുത്ത് വെച്ച്. പിന്നെ സെയിം അതേപോലെ തന്നെ ചെടിക്ക് വെള്ളം ഒഴിക്കണം, കാട് പറിക്കണം, ഇത് തന്നെ. അപ്പോൾ വെയിലായതുകൊണ്ട് നല്ലപോലെ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഇതെല്ലാം വാടിപ്പോവും. കുറേ ഉണ്ട്, ബോഗൺവില്ലകളാണ് കൂടുതൽ നട്ടേക്കുന്നത്. അതൊക്കെ വെള്ളം ഒഴിച്ച് എല്ലാം ഇതായി. എന്നാലും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ചെടികൾ ഒന്ന് വാടിത്തുടങ്ങും അതെല്ലാം. എന്നാലും രാവിലെ വെള്ളം ഒഴിക്കുന്നത് ഒന്നും കൂടെ ഒന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അത്ര വാടൽ പിടിക്കില്ല. അതുകൊണ്ടാണ് രാവിലെയും കൂടെ 2 നേരം വെള്ളം ഒഴിക്കും. അങ്ങനെ ഇന്നത്തെ എൻ്റെ പണി അവസാനിക്കുന്നു. ഇനി ഉച്ച കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുക, ചെടിക്ക് വെള്ളം ഒഴിക്കുക. സെയിം റുട്ടീൻ തന്നെ. ഇനി വൈകുന്നേരങ്ങളും ഇത് തന്നെ. വൈകുന്നേരം വന്ന് ചെടിക്ക് വെള്ളം ഒഴിക്കണം, പിടിക്കണം, ഇത് തന്നെ ദിവസം ഇത് തന്നെയാണ് പണി. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും എന്ത് പണിയായിരിക്കുന്നതെന്ന്. പക്ഷെ നോക്കുന്നിടത്തെല്ലാം പണിയാവുള്ളൂ. അടിച്ചു വാരൽ തന്നെ നമുക്ക് നല്ല പണിയാണ്. വീടിനടുത്ത് മരമുള്ളത് കൊണ്ട് ഇഷ്ടംമാതിരി ഇലകളും കാടും ഒക്കെ കാണും. ഈ ഇലകളെല്ലാം ഞാൻ ഉണങ്ങുന്ന ഇല അടിച്ചു വാരിയതെല്ലാം ഞാൻ ഈ പോട്ടിൻ്റെ ചുവട്ടിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കും. എന്താണെന്ന് വെച്ചാൽ പോട്ടിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുമ്പോൾ അതൊരു വളമായിട്ട് അവിടെ കിടന്നോളും. ചെടിക്ക് അധികം ചൂട് കേൾക്കില്ല. ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു ഇന്നത്തെ എൻ്റെ വ്ലോഗ്. ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.